നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞതിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം. ബി.ജെ.പി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 3000-ഓളം വോട്ടുകളാണ് ഇക്കുറി ബി.ജെ.പിക്ക് പയ്യന്നൂരിൽ കുറഞ്ഞത്. വി കുഞ്ഞികൃഷ്ണൻ ജയിക്കാൻ വേണ്ടി ബി.ജെ.പി വോട്ട് മറിച്ചതായാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഉയരുന്ന ആരോപണങ്ങൾ. നിലവിലെ എം.എൽ.എ ടി.ഐ. മധുസൂദനെതിരെ രക്തസാക്ഷി ഫണ്ടിലെ വെട്ടിപ്പ് ആരോപിച്ച് കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിടുകയും യു.ഡി.എഫ് സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തതോടെ കുഞ്ഞികൃഷ്ണനെ വിജയിപ്പിക്കാൻ ബി.ജെ.പി വോട്ടുകൾ മറഞ്ഞതായാണ് ചർച്ചകൾ നൽകുന്ന സൂചനകൾ. പയ്യന്നൂരെ രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് CPM-ലെ ഒരു വലിയ വിഭാഗം വോട്ടുകൾ കുഞ്ഞികൃഷ്ണന് ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ബി.ജെ.പി വോട്ടുകളും മറഞ്ഞതായാണ് സൂചന. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധുസൂദന് 93,695 വോട്ടുകളാണ് ലഭിച്ചത്. യു.ഡി.എഫിന്റെ പ്രദീപ് കുമാറിന് 43,915 വോട്ടുകളും NDA സ്ഥാനാർത്ഥി ശ്രീധരന് 11,308 വോട്ടുകളുമാണ് ലഭിച്ചത്. എന്നാൽ ഇക്കുറി മധുസൂദന് 69,153 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 76,640 വോട്ടുകളാണ് കുഞ്ഞികൃഷ്ണൻ ലഭിച്ചത്. മധുസൂദന് കഴിഞ്ഞ തവണ ലഭിച്ചതിലും 20,000-ലേറെ വോട്ടുകളുടെ കുറവുണ്ട്. CPM-ലെ വലിയ വിഭാഗം വോട്ടുകൾ കുഞ്ഞികൃഷ്ണനിലേക്ക് ഒഴുകിയെന്ന് ഈ സംഭവം സൂചന നൽകുന്നു. അതേസമയം കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിയായ ശ്രീധരന് 11,308 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഇക്കുറി NDA സ്ഥാനാർത്ഥിയായ AP ഗംഗാധരന് 8,432 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ 3000 വോട്ടുകളുടെ കുറവ്. ML അശ്വനി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് 18,466 വോട്ടുകൾ ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ബി.ജെ.പി വോട്ടുകൾ എവിടെ പോയി എന്ന ചർച്ച കണ്ണൂർ ബി.ജെ.പി ഗ്രൂപ്പുകളിൽ പുരോഗമിക്കുന്നത്. വോട്ട് ചർച്ചയിൽ അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ പാർട്ടി നടപടിയെടുക്കണമെന്നാണ് ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയരുന്ന ആവശ്യം.